ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ 4-ാം ദിനമായ ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെ. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇത്. ഇവിടെ യേശുവും തൻ്റെ ശിഷ്യന്മാരും ഫിലിപ്പിൻ്റെ കൈസരിയിലെത്തിയ ശേഷം യേശു അവരോട് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നു. മനുഷ്യപുത്രനെക്കുറിച്ച് ആളുകൾ എന്ത് പറയുന്നു? അതിന് ശിഷ്യന്മാർ പല മറുപടികളും പറയുന്നു. എന്നാൽ യേശു തൻ്റെ യഥാർത്ഥ ചോദ്യം പിന്നെയാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്നെ ആരായി കരുതുന്നു? ഈ നോമ്പ് കാലത്ത് നമുക്കും നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് ഇത്. ലോകം യേശുവിനെ മായാജാലക്കാരനായും മഹാഗുരുവായും പ്രവാചകനുമായും ഒക്കെയും കാണുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നാം ഓരോരുത്തരും യേശുവിനെ എങ്ങനെയാണ് കാണുന്നത്? യേശു നമ്മുടെ ജീവിതത്തിൽ ആരാണ്? അതിനുള്ള വ്യക്തമായ ഉത്തരമാണ് ശീമോൻ പത്രോസ് യേശുവിനോട് പറയുന്നത്. നീ ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ഇത് ശീമോൻ പത്രോസിൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു ഉത്തരമാണ്. യേശു പത്രോസിനോട് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പാറ വിശ്വാസത്തിൻ്റെ പാറയാണ്. ഈ നോമ്പിൻ്റെ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു ഘടകം വിശ്വാസം തന്നെയാണ്. നമ്മുടെ വിശ്വാസത്തെ പുതുക്കാനുള്ളൊരു സമയമാണ് നോമ്പ് കാലം. ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം എന്നിവ വഴി നാം ക്രിസ്തുവിൽ ഉറച്ച പാറ പോലെ നിൽക്കാൻ നമ്മെ ഈ വേദഭാഗം പഠിപ്പിക്കുന്നു. നാം ഇത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പത്രോസിന് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ യേശുക്രിസ്തു നൽകുകയാണ്. അത് ഉത്തരവാദിത്വത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ദൗത്യമാണ്. ക്രിസ്തുവിനെ അറിയുന്നത് മാത്രമല്ല, അവനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ കൂട്ടുവാൻ നാം പഠിക്കണം. ക്രിസ്തു എന്നത് വലിയൊരു സാക്ഷ്യമായി നമ്മുടെ ജീവിതത്തിൽ മാറണം. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിന് എന്ത് സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്? ഞാൻ വിശ്വാസത്തിൻ്റെ പാറമേൽ എൻ്റെ ജീവിതത്തെ പണിയുന്നുണ്ടോ? ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി ധൈര്യത്തോടെ പറയാൻ എനിക്ക് മറ്റുള്ളവരോട് സാധിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയും സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് തീർച്ചയായും അർത്ഥപൂർണമായി തീരും. കർത്താവായ യേശു ക്രിസ്തുവിനെ നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിച്ച് അവനിൽ മാത്രം വിശ്വസിച്ച് അവൻ്റെ പാറമേൽ ജീവിതത്തെ പണിയുവാൻ നമുക്ക് ഏവർക്കും ഈ നോമ്പ് കാലത്ത് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.